പോകുന്ന താരസംഘടന അമ്മയിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടാണ് കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാകുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. താരസംഘടനയായ അമ്മയിലെ അഡ്ഹോക് കമ്മിറ്റിക്കെതിരെ നിയമ നടപടിയുമായി മുന്നോട്ട് നീങ്ങാനാണ് ശ്വേത മേനോന്റെ തീരുമാനം. നിയമോപദേശം തേടിയിട്ടുണ്ട്. നിരപരാധിത്വം തെളിയിക്കാതെ രാജി സമർപ്പിക്കില്ല എന്ന് ശ്വേത നേരത്തെ പറഞ്ഞിരുന്നു. സംഘടനയിൽ നിന്ന് ജോയ് മാത്യു അടക്കമുള്ളവർ രാജിവെച്ചിട്ടുണ്ട്. സഹിൻ ആന്റണി വിവരങ്ങളുമായി ചേർന്നു. സഹിൻ, ശ്വേത മേനോൻ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്. രാജിയില്ല, സത്യം തെളിയിക്കും എന്ന ശബ്ദത്തിൽ ശ്വേത മുന്നോട്ട് പോകുന്നു. അഡ്ഹോക് ഈ മറ്റ് അംഗങ്ങളാണെങ്കിൽ ഇന്നിപ്പം ജയൻ ചേർത്തല രാജിവെച്ചു, കൈലാഷ് രാജിവെച്ചു, ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കിയെടുത്തോളം ജോയ് മാത്യുവും രാജിവെച്ചിരിക്കുന്നു. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. ജോയ് മാത്യു കൂടി ഒടുവിൽ രാജിവെച്ചിരിക്കുകയാണ്. അതേസമയത്താണ് ആദ്യഘട്ടത്തിൽ രാജിവെച്ചു പോയ ശ്വേത മേനോന്റെ മടങ്ങി വരവ് എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. ശ്വേത മേനോൻ നിയമപരമായി കാര്യങ്ങളെ കൊണ്ടുപോകാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത്. പ്രത്യേകിച്ചും അഡ്ഹോക് കമ്മിറ്റിക്കെതിരെ നിയമപരമായി ഒരു പോരാട്ടം നയിക്കാൻ ശ്വേത മേനോൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാകേണ്ടത്. ശ്വേത മേനോൻ നിയമോപദേശം തേടിയിട്ടുണ്ട്. ഇതെങ്ങനെയാണ് കോടതിയിൽ ഇതിനെ നേരിടാൻ കഴിയുക എന്നുള്ളത് സംബന്ധിച്ചാണ് ശ്വേത മേനോന്റെ മുന്നോട്ട് പോക്ക്. എന്തായാലും നിയമപരമായി തന്നെ മുന്നോട്ട് പോകാനാണ് ശ്വേത മേനോൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ളത് അവരുടെ ഇന്നലത്തെ ഫേസ്ബുക്ക് പോസ്റ്റിലും കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു. അമ്മയുടെ ബൈലോ പ്രകാരമായിരുന്നു ശ്വേത മേനോൻ സംസാരിച്ചു കൊണ്ടിരുന്നത്. താൻ ഈ കമ്മിറ്റിയിൽ നിന്നും രാജിവെക്കുന്നില്ല എന്നുള്ളൊരു നിലപാടിലേക്ക് ശ്വേത മേനോൻ തിരികെ വന്നിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടതും. അത് അമ്മയിൽ ഈ രണ്ട് തട്ടിലേക്ക് താരങ്ങൾ മാറിയിരിക്കുന്നു. കൂടുതൽ സങ്കീർണമായ പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നാണ് മനസ്സിലാകേണ്ടത്. മാത്രമല്ല, ഇന്നലെ രമേശ് പിഷാരടിയും ഗണേഷ് കുമാറും എല്ലാം പറഞ്ഞത് അഡ്ഹോക് കമ്മിറ്റി എത്രയും പെട്ടെന്ന് യോഗം വിളിച്ചു ചേർക്കുകയും ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോവുകയും ചെയ്യുമെന്നുള്ളതൊക്കെ ആയിരുന്നു. പക്ഷേ ശ്വേത മേനോൻ പറയുന്നത് അഡ്ഹോക് കമ്മിറ്റിക്ക് എന്ത് അധികാരം, അഡ്ഹോക് കമ്മിറ്റി നിയമിക്കാൻ ആർക്കായിരുന്നു അധികാരം, ഇതെല്ലാം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ശ്വേത മേനോൻ ഇതിനെ വെല്ലുവിളിക്കുന്നതും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിയമപരമായി ഈ കാര്യങ്ങളെ നേരിടാൻ തന്നെയാണ് ശ്വേത മേനോന്റെ തീരുമാനം. ഇതിനിടയിലാണ് പല ആളുകളും എക്സിക്യൂട്ടീവിലുണ്ടായിരുന്ന പല ആളുകളും ആ എക്സിക്യൂട്ടീവിൽ നിന്നും രാജി പ്രഖ്യാപിക്കുന്നതും. ഓക്കെ സഹിൻ, ശരി. അപ്പോൾ അമ്മയിലെ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാകുന്നു എന്ന വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. കൂടുതൽ അംഗങ്ങളായി രാജിവെക്കുന്നു. ഏറ്റവും ഒടുവിൽ ജോയ് മാത്യു കൂടി രാജിവെച്ചിരിക്കുന്നു.